ലോകം മുഴുവൻ വീണ്ടും ഒരു ന്യൂ നോർമൽ കാലഘട്ടത്തിലേക്ക് നിർബന്ധപൂർവ്വം തള്ളപ്പെടുകയാണ്. 2020 കോവിഡ് മഹാമാരി ലോകത്തെ വീട്ടിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ നാം പഠിച്ച പാഠങ്ങൾ ഇന്ന് മറ്റൊരു രൂപത്തിൽ ആവർത്തിക്കുന്നു. എന്നാൽ ഇത്തവണ വില്ലൻ ഒരു വൈറസ് അല്ല, മറിച്ച് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച യുദ്ധമാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം കേവലം ഒരു പ്രാദേശിക യുദ്ധമായി ഒതുങ്ങി നിൽക്കുന്നില്ല. അത് ഭൂഖണ്ഡങ്ങൾ താണ്ടി ലോകത്തിൻ്റെ ഓരോ കോണിനുമുള്ള സാധാരണക്കാരൻ്റെ അടുക്കളയിലേക്ക് വരെ പടർന്നിരിക്കുന്നു. യുദ്ധമുഖത്തെ വെടിയുണ്ടകളേക്കാൾ ഭീകരമായി ലോകത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഈ മഹാപ്രതിസന്ധിയുടെ പ്രഭവ കേന്ദ്രം ഹോർമൂസ് കടലിടുക്കാണ്. പേർഷ്യൻ ഗൾഫിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ ജലപാതയെ ലോകത്തിൻ്റെ ഊർജ്ജ ജീവനാഡി എന്ന് വിളിക്കാം. ആഗോളതലത്തിൽ വിപണനം ചെയ്യപ്പെടുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും 1/5 കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഇറാൻ ഈ ജലപാത അടച്ചതോടെ ആഗോള ഊർജ്ജ വിപണിയിലെ വിതരണ ശൃംഖല പൂർണ്ണമായും തകർന്നു. ആവശ്യത്തിന് എണ്ണയും ഗ്യാസും വിപണിയിൽ എത്താതായതോടെ വില കുതിച്ചുയർന്നു. ഒരു ടാപ്പ് അടയ്ക്കുന്നത് പോലെ ലളിതമായ ഒരു നീക്കത്തിലൂടെ ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കാൻ കഴിയുമെന്ന് ഈ പ്രതിസന്ധി തെളിയിക്കുന്നു. ഇന്ധന വിലയിലുണ്ടാകുന്ന വർധനവ് കേവലം പെട്രോൾ പമ്പുകളിൽ മാത്രം അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗതാഗത ചെലവ് കൂടുമ്പോൾ അത് ചരക്ക് നീക്കത്തെ ബാധിക്കുന്നു. അതോടെ നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വിലയും കുതിച്ചുയർന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി മാറിക്കഴിഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ഭക്ഷണത്തിനും ഇന്ധനത്തിനുമായി മാറ്റിവെക്കേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ കാണുന്നത്. ഒരു കപ്പൽപാത തടസ്സപ്പെടുമ്പോൾ എങ്ങനെയാണ് അത് ഒരു സാധാരണ വീട്ടിലെ ഭക്ഷണക്രമത്തെ മാറ്റുന്നത് എന്നതിൻ്റെ ദയനീയമായ കാഴ്ചയാണിത്. പ്രതിസന്ധി രൂക്ഷമായതോടെ വിവിധ രാജ്യങ്ങൾ അതിജീവനത്തിനായി അസാധാരണമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ദക്ഷിണേഷ്യൻ രാജ്യമായ ശ്രീലങ്കയിൽ വീണ്ടും ഇന്ധന റേഷനിങ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ജനങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കായി മാത്രം ഇന്ധനം നൽകുന്ന രീതിയാണിത്. കൂടാതെ ഊർജം ലാഭിക്കുന്നതിനായി ആഴ്ചയിൽ 4 ദിവസം മാത്രം പ്രവൃത്തി ദിവസമായി കുറച്ചു. ഇത് ഗതാഗതത്തിനുള്ള ഇന്ധനം ലാഭിക്കാൻ സഹായിക്കുന്നുണ്ട്. വിയറ്റ്നാമിൽ സർക്കാർ ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ, അതായത് വർക്ക് ഫ്രം ഹോം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഓഫീസുകളിലെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്നത് കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തായ്ലൻഡ് സ്വീകരിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ്. കടുത്ത ചൂടുള്ള രാജ്യമായിരുന്നിട്ടും ഓഫീസുകളിൽ എയർ കണ്ടീഷനുകൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു. ജീവനക്കാർ ലഘുവായ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും അതിലൂടെ AC-യുടെ ആവശ്യം കുറയ്ക്കണമെന്നുമാണ് അവരുടെ നിർദ്ദേശം. ജപ്പാൻ പോലെയുള്ള വികസിത രാജ്യങ്ങൾ പോലും തങ്ങളുടെ ഊർജ്ജ നയങ്ങളിൽ മാറ്റം വരുത്തിക്കഴിഞ്ഞു. പരിസ്ഥിതി സൗഹൃദമായ നിലപാടുകളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറി കൽക്കരി നിലയങ്ങളെ വീണ്ടും ആശ്രയിക്കാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണം പോലും പല രാജ്യങ്ങൾക്കും 2ാം സ്ഥാനത്തേക്ക് മാറ്റേണ്ടി വരുന്നു എന്നതാണ് ക്രൂരമായ സത്യം. ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി ഇരട്ടി പ്രഹരമാണ് നൽകുന്നത്. ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ധനത്തിനായി ഹോർമൂസ് കടലിടുക്കിനെയാണ് ആശ്രയിക്കുന്നത്. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള വലിയ സമ്പദ് വ്യവസ്ഥകൾ ഇപ്പോൾ കൽക്കരിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്ത്യയിൽ കൽക്കരി അധിഷ്ഠിത വൈദ്യുതി നിലയങ്ങൾ പൂർണ്ണ ശേഷിയിൽ പ്രവർത്തിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. വൈദ്യുതി വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നതാണ് വസ്തുത. പെട്രോൾ, ഡീസൽ വിലവർധനവ് ഇന്ത്യയിലെ കാർഷിക മേഖലയെയും ഗതാഗതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. വളത്തിൻ്റെ വിലയിലുണ്ടായ വർധനവ് കർഷകരുടെ നട്ടലൊടിക്കുന്ന അവസ്ഥയിലാണ് എത്തിച്ചിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് വേഗത്തിൽ മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള ഇന്ധനക്കുറവ് നികത്താൻ അവർ പാടുപെടുകയാണ്. ബ്രിട്ടനും ഓസ്ട്രേലിയയും തങ്ങളുടെ പൗരന്മാർക്ക് ഇന്ധന ചെലവിനായി സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്ക ആഭ്യന്തരമായി എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റം അവിടെയും പ്രതിഫലിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് 40 കോടി ബാരൽ എണ്ണ വിപണിയിൽ എത്തിച്ചിട്ടും വില കുറയാത്തത് പ്രതിസന്ധിയുടെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.